കടലൊക്കെ കുതിർത്ത് പോയി. ഇപ്പം ഇതിൽ എന്തെല്ലാം ചേർക്കുന്ന വെച്ചാൽ ഇതിൽ കടലൊക്കെ ഇട്ടു. ഇത് കടലൊക്കെയാണ്, കടലക്ക. ഇനി പിന്നെ ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ കടലൊക്കെ കടലൊക്കെ ഇട്ടു. ഇനിയിപ്പോൾ ഉരുളക്കിഴങ്ങ്, ഇത് ഉരുളക്കിഴങ്ങ് മുറിച്ചിട്ടത് എല്ലാം മുറിച്ച് കണ്ടച്ചിട്ടുണ്ട്. ഇത് ഉരുളക്കിഴങ്ങ് മുറിച്ചിട്ടു. പിന്നെ ഒരു ചെറിയ ഒരു ക്യാരറ്റ് മുറിച്ചിട്ടു. പിന്നെ കുറച്ചൊരു ചെറിയൊരു കഷ്ണം ബീറ്റ്റൂട്ട്. അത് ഒരു കളറിന് നല്ല രസമാണ് കാണാൻ. അതിന് മാത്രമല്ല അതിൻ്റെ രുചി ഒരു വ്യത്യാസം തന്നെയാണ്. പിന്നെ ഇതൊരു ഉള്ളി മുറിച്ചിട്ട് ഇതെല്ലാം കൂടി ഇത് മുറിച്ചിട്ടിട്ട് ഇനി ഞാൻ അടുപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ട് അതിലൊരു പച്ചമുളകും കൂടി ഇടുന്നുണ്ട്. ഇതിപ്പം കണ്ടില്ലേ, ഈ ഒരു മുളകും കൂടി ഇതിലിടുന്നുണ്ട്. കണ്ടാ, അതും കൂടി ഇതിലിട്ടു. ഇത് എന്നിട്ട് ഇതിൽ അടുപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇനിയിപ്പോൾ ഇതിൽ വെച്ചാൽ ഇതിൽ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. എന്താ ഈ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് ഇതിൽ, കണ്ടില്ലേ, മഞ്ഞൾപ്പൊടി പാകത്തിന് മഞ്ഞൾപ്പൊടി ഇടുക. ഇതിന് വേറെ എന്തെല്ലാം വേണ്ട വെച്ചാൽ മല്ലിപ്പൊടിയെല്ലാം വേണം. ഇതിന് കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. മുളക് പൊടി കൂടി അത്രേ വേണ്ടു. നല്ല എരിവുണ്ടാവും. ആ പച്ചമുളക് തന്നെ നല്ല എരിവാണ്, അതിൻ്റെ എരിവ് മാത്രമേ വേണ്ടു. പക്ഷെ എന്നാലും ഞാനത് കുറച്ച് ഇടുന്ന ഒരു കളറിന് വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഗ്യാസിൽ വെക്കട്ടെ. എന്നിട്ട് ഞാൻ മറ്റേത് കുഴക്കുന്നത് നിങ്ങളെ കാണിക്കാം. ഇത് കണ്ടില്ലേ, ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് കടലക്ക അടുപ്പത്ത് വെക്കട്ടെ. ഉപ്പ് ഞാൻ വയ്യ ഇടുന്നില്ല, കടലക്ക വെന്തിട്ടാകുമ്പോൾ ഉപ്പ് ഇടുന്നില്ല. ഇതാണിപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത്. കണ്ടല്ലേ, ഇതേപോലെ ഞാനിവിടെ അടുപ്പ് കത്തിച്ചു. ഇതിൻ്റെ അകത്ത് ഇത് ഇടുന്ന് ആവട്ടെ. അപ്പോഴൊക്കെ ഇത് കണ്ട, ഇത് കുറച്ച് മൈദപ്പൊടിയും കുറച്ച് ആട്ടപ്പൊടിയും കൂടി ഉള്ളതാണ്. മൈദപ്പൊടി ഇട്ട് കുറച്ച് ആട്ടപ്പൊടി രണ്ടും കൂടിയാണേ. ഇതിൽ കുറച്ച് ഞാൻ വെള്ളം എടുത്തിട്ട് കുഴക്കട്ടെ. കുറച്ച് ഉപ്പ് പൊടി ഇടട്ടെ. ഉപ്പ് പൊടി ഇട്ടിട്ടില്ല, ഉപ്പ് പൊടി ഇട്ട് കുറച്ച് ഉപ്പ് പൊടി എന്താ, കുറച്ച് ഉപ്പ് പൊടി, ഒരു ടീസ്പൂൺ ഉപ്പ് പൊടി ഇട്ടിട്ടുണ്ട്. അതിപ്പോൾ പാകത്തിനിട്ടാൽ മതി. അതിപ്പോൾ എങ്ങനെയാ വെച്ചാൽ ഇപ്പം നല്ലപോലെ കുഴച്ചിട്ട് ഞാനിതിവിടെ കുഴച്ചിട്ട് ഇവിടെ വെക്കട്ടെ. അതിന് ശേഷമാണ് നമുക്കിതിപ്പം ആക്കേണ്ടത്. നമ്മളിത് കടലക്കറി ആവട്ടെ. കടലക്കറി ഇതും രണ്ടും കൂടിയാണ് ഇന്നാക്കുന്നത്. ഞാൻ കുഴച്ചിടെ വെക്കട്ടെ. ഉണ്ടാ, ഇത് പാകത്തിന് കുഴച്ച് വെക്കണം. ഞാൻ പൂരിയൊന്നും ആക്കലില്ലേ. എല്ലാവരും പറഞ്ഞിന്ന് ഒരു പിന്നെ കുക്കിംഗ് വീഡിയോ ഇടണം. ഞാനിത് ഇന്ന് കുക്കിംഗ് വീഡിയോ ആണ് ഇടുന്നത്. എന്താ വെച്ചാൽ കുറേ ദിവസമായി കൃഷീൻ്റെ വീഡിയോ ഇടുന്നത്. നിങ്ങളൊരു കുക്കിംഗ് വീഡിയോ ഇടുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ്. ഇന്നിപ്പം രാവിലത്തെ മഴയാണ്, പുറത്തൊന്നും വീഡിയോ എടുക്കാനും പറ്റില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിപ്പോൾ നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് തരുന്നത് എനിക്ക് പറയാനുള്ള. ഇതുപോലെ ഓരോരോ വീഡിയോസും ഞാൻ നല്ല വീഡിയോസ് ആക്കിയിട്ട് തന്നെ നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരാം. പക്ഷെ നിങ്ങൾ എനിക്ക് സഹകരിക്കണം. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് തരിക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ഇതെല്ലാം നിങ്ങൾ ചെയ്തു തന്നാൽ മാത്രമേ നമുക്ക് പിന്നെ ഇതിനെക്കൊണ്ട് ഇതുള്ളൂ, ഗുണമുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്താ ചെയ്യേണ്ടത് വെച്ചാൽ വീഡിയോ കണ്ട് സപ്പോർട്ട് തരുക. വീഡിയോ കാണാതിരുന്നാൽ ഞാനിത് ഇട്ടിട്ട് കാര്യമില്ല. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഒരു വീഡിയോ എടുത്തിട്ടിടുന്നത്. ആരും എനിക്ക് ചെയ്തു തരാനില്ല, ഒന്നുമില്ല. അല്ല ഞാൻ തന്നെ സ്വന്തമായി ചെയ്യേണ്ടതാണ്. പിന്നെ അതുകൊണ്ട് നിങ്ങൾ പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നല്ലവണ്ണം കണ്ടിട്ട് എനിക്ക് സപ്പോർട്ട് തരിക. ഇതിപ്പോൾ ഞാൻ കുഴച്ച് വെച്ചു. ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആക്കിയിട്ട് കൊണ്ടിട്ട് വെക്കണം. എന്ന് വെച്ചാൽ ഞാൻ അമർത്തിട്ടാണ്, ഞാൻ പരത്തുമല്ല ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആക്കി അത് കണ്ടാ ഇതേപോലെ കുഴച്ചിട്ട് ഇവിടെ വെക്കുക. അതിന് ശേഷം എന്താ ഇത് പണി ഇതായി. ഇനിയിപ്പോൾ കടലൊക്കെ ആവുന്നവരെ ആവട്ടെ. തൽക്കാലം ഇവിടെ നിർത്താം. കടലൊക്കെ കറി വെന്തു. അത് ഞാനിപ്പോൾ അരവ് അരച്ച് കൊണ്ടുവന്നു. ഇനി ഞാനിപ്പോൾ അരവ് ഒഴിക്കട്ടെ. അരവ് ഒഴിച്ചിട്ട് കറി എല്ലാം കാണിക്കാൻ നിന്നാൽ നിങ്ങൾക്ക് സമയം ഒരുപാടാകും. വീഡിയോ കാണാൻ ഒരുപാട് വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് എല്ലാം ഒന്നും കാണിക്കാൻ കഴിയില്ല. തൽക്കാലം കുറച്ച് മാത്രം കാണിക്കാം. ഇനിയിപ്പോൾ ഇത് കണ്ടില്ലേ, ഇതേപോലെ വെള്ളം ഇതിപ്പോൾ ഞാനിതിൽ അരവയിൽ ഒഴിച്ചിട്ടുണ്ട്. നല്ല കടലക്കറി നല്ല മണം വരുന്നുണ്ട്. നല്ല അടിപൊളി മണം. ഇതിന് വറുത്തരച്ച വറവ്. ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് എന്നാ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു മുളക് ഇട്ടു. ഈ തേങ്ങ വറുത്തരക്കണം. ഈ തേങ്ങ ആണ് വറുത്തരക്കാൻ പോകും. കണ്ടോ, ഈ തേങ്ങ നമ്മൾ വറുത്തിട്ട് ഇടാനാണ് പോകും. വറവ് വെച്ചിട്ട് ഇടാം. തേങ്ങ വറുത്തരക്കുന്നതിനാണ് ഇതിൻ്റെ രുചി തേച്ചും. കടലക്കറി കൂട്ടാണ്ടിക്കൽ ഈ തേങ്ങേൻ്റെ വറവാണ്. ഈ വറവായിട്ടാകുമ്പോൾ ഇതിനെന്താ വെച്ചാൽ ഒരു ഉണക്കമുളക് ഇട്ടു, ഒരു കരിവേപ്പിലിട്ടു. ഒരു കരിവേപ്പിലിട്ടു. ഇതിപ്പം ഉണക്കമുളക്
ഒരു ഉണക്കമുളക് ഇട്ടു, ഒരു കരിവേപ്പില ഇട്ടു. ഇനിയിപ്പോൾ കരിവേപ്പില ഇട്ട് വറുത്തിടാൻ വേണ്ടിയിട്ട് ഇത് കണ്ട കറിവേപ്പില ഇത് കണ്ടില്ലേ, ഇതേപോലെ കരിവേപ്പില ഇട്ടു. ഇത് ദേശം ഞാൻ ഇതിനകത്ത് വിടട്ടെ. ഇത് ഇഷ്ടംപോലെ ഇല്ലതുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ പറിച്ച് കൊണ്ടിടാൻ പറ്റും. അതുകൊണ്ട് വിഷമമില്ല. കരിവേപ്പില നല്ലപോലെ ഇടും. കരിവേപ്പില നല്ലതാണ് താനും. അതുകൊണ്ട് നല്ലപോലെ കരിവേപ്പില ഇടും. അതിൻ്റെ രുചി ഒന്ന് വേറെ തന്നെയാണ്. കണ്ട കടലക്ക കറി കണ്ട നല്ല അടിപൊളി കറിയായിട്ടുണ്ട്. ഇനി നമുക്ക് എരിവ് വേണ്ട, അതുകൊണ്ട് എരിവ് കുറച്ചായിരിക്കും. അതുകൊണ്ട് അധികം കളറ് കിട്ടൂല. പിന്നെ ചില്ലിപ്പൊടിയല്ല, മറ്റേ കാശ്മീരി ചില്ലിപ്പൊടിയല്ല, കുറച്ചും കൂടി എരിവിടുക. ഉണ്ടാ ഉണ്ടില്ലേ ഉണ്ടാ ഇതേപോലെ. ഇനിയിപ്പോൾ ഇത് വറുത്തിടാൻ അടുപ്പത്ത് വെക്കട്ടെ, വറവ് ആക്കാൻ അടുപ്പത്ത് വെക്കട്ടെ. ഇത് വറുത്ത് കഴിഞ്ഞിട്ടാൽ ഇത് അതിലിട്ടാലാണ് അതിൻ്റെ മണം തേച്ചും വരിക. എന്താ ഇതേപോലെ വറവിനടുപ്പത്ത് വെച്ച് ഒരു മുളകും ലേശം കടുകും കൂടി ഇടണം. എന്നാലേ രുചി വരും. നമ്മൾ ചെയ്യേണ്ട പോലെ ചെയ്താൽ മാത്രമേ നമുക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ. കണ്ടില്ലേ കണ്ടല്ലോ കറി കണ്ടല്ലോ, കടലക്ക കറി കണ്ടോ നല്ല അടിപൊളി കറി. ഏതാ നല്ല നന്നായിട്ട് നല്ല കാണാൻ തന്നെ നല്ല മുഞ്ചുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. കണ്ടല്ലോ ഇതാ ഉഗ്രം കറി. കടലക്ക കറി എന്ന് വെച്ചാൽ മനസ്സ് വെച്ച് മനസ്സ് നിർത്തി ഉണ്ടാക്കണം. കറികളുമെല്ലാം എന്തെന്നായാലും മനസ്സ് നിർത്തി ഉണ്ടാക്കണം. ഇനി വയ്യ കാണിക്കേ. വറവായി ഇതിൽ വറുത്തിടാൻ പോവാൻ കേട്ടാ. എന്താ വറവ് ഇടുകയൊക്കെ അതിൻ്റെ ആ ഒരു ഭംഗിയുണ്ട. നല്ല അടിപൊളി കടലക്കറി. കണ്ടാൽ കൂട്ടിയാൽ ആരും കൂട്ടിപ്പോവും. പിന്നെ ഇത്തിരി ഇത് ഇനിയിപ്പോൾ മറ്റേതാവട്ടെ. ഞാൻ ഇങ്ങനെയാണ് ചുടുന്നത്. ഇത് ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് ഇങ്ങനെ അമർക്കുക. എന്താ ഇതിങ്ങനെ അമർക്കും. ഇങ്ങനെ അമർത്ത് കഴിഞ്ഞിട്ടാകുമ്പം ഇതിങ്ങനെ എടുക്കും. എന്നിട്ട് ഇതിങ്ങനെ ഇതിലെടുത്തിടും. കണ്ടാ ഇതാണ് ഞാൻ ചെയ്യുന്നത്. കണ്ടാ നിങ്ങളിങ്ങനെയാണോ ചെയ്യൽ? ഞാനിങ്ങനെയാണ് ചെയ്യൽ. ഇതാണ് ഇത് അന്ന് വാങ്ങിയത് കൊണ്ട് നല്ല എളുപ്പത്തിൽ പൂരി ഇടാനും. ചപ്പാത്തിക്ക് ഇല്ലത്തില്ല, പരത്ത് തന്നെ വേണം. ചപ്പാത്തിയിലാകുമ്പം പരത്തും പരത്തി ചുടാ. പക്ഷെങ്കിൽ മറ്റേതാണ് അത് ചപ്പാത്തി ഇട്ട രസം ഉണ്ടാവുക. കണ്ടാ ഇതേപോലെ നല്ലപോലെ പൊന്തിക്കിട്ടും. കണ്ടല്ലോ ഇതുപോലെ പൊന്തി. ഇതുപോലെ നമ്മളിപ്പം ഞാൻ എല്ലാം ചുട്ട് വെച്ചിട്ട് വേണ്ട നല്ലപോലെ പൊന്തി വരുന്നുണ്ട്. കണ്ടില്ലേ വേണ്ട നല്ലപോലെ പൊന്തി വരുന്നുണ്ട്. കേട്ടോ നല്ലപോലെ പൊന്തുന്നുണ്ട്. കാണുന്നില്ല എന്ന് വെച്ചിട്ടാണ് ഞാനിങ്ങനെ അങ്ങോട്ട് ഇതിനകത്ത് വെളി കിട്ടൽ കുറവാണ്. എന്താണെന്നറിയില്ല, ലൈറ്റ് കുറവാണ്. കറണ്ടിനും ലൈറ്റ് കുറവ് പോലെ തോന്നുന്നു. രാത്രിയല്ലല്ലോ, അതാണ്. ഇനിയിപ്പോൾ ഇത് രണ്ടെണ്ണം കൂടി ആക്കാനുണ്ട്. അതും കൂടി നിങ്ങളെ കാണിച്ചു തന്നേക്കാം. ഞാനിതെല്ലാം ആക്കിയിട്ട് കാണിച്ചു തരാം. ഇനിയിപ്പോൾ എല്ലാം കൂടി ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മളിതിപ്പോൾ ഇങ്ങനെ ചുട്ട് കഴിഞ്ഞാൽ ഇത് അനക്കി കൊടുക്കണം. ഇത് ഇതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ പൊന്തി വരണം എന്നുണ്ടെങ്കിലല്ല, നമ്മൾ അടിയും പാകവും പുറവും അനക്കി കൊടുക്കണം. എന്നാൽ ഇങ്ങനെ ബോള് പോലെ പൊന്തി വരും. കണ്ട ബോള് പോലെ പൊന്തി വരും. ഇത് കണ്ട ബോള് പോലെ പൊന്തി വരും. അതാണ് നമ്മൾ ചുട്ട് കൊടുത്ത്. അനക്കാണ്ടിട്ട് കഴിഞ്ഞാൽ അതങ്ങനെ തന്നെ കാണുന്നത്. അനക്കാണ്ടിട്ടത് കണ്ട ഇത് ഞാൻ അനക്കിയിട്ടില്ല, അതുകൊണ്ട് അത്രയേ പൊന്തിയിട്ടു. അതേപോലെയാണ്. അതുകൊണ്ട് ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ ഈ ചുട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ ഇനി ഞാൻ ഇവിടെ കറിയെല്ലാം എടുത്തിട്ട് വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. കറിയെല്ലാം എടുത്തിട്ട് വെച്ചിട്ട് ഇവിടെ കാണിച്ചു തരാമല്ലോ. കണ്ട ഇത് പൂരി ഇതാണ് പൂരി കറിയും. നിങ്ങൾ കണ്ടില്ലേ എങ്ങനെയുണ്ട്? പൂരിയും പിന്നെ കടലക്ക കറിയാണ് ഞാൻ ആക്കിയിട്ടുള്ളത്. എന്താ വെച്ചാൽ അത് നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് നല്ല രുചിയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ്. ഇത് കണ്ട ഇന്നത്തെ കറി പൂരി ഭാജി. കണ്ടില്ലേ പൂരി പൂരി ഭാജി ഞാൻ കാണിച്ചു തരാം. അതിന് പൊള്ളുന്നുണ്ട്, അതെടുത്ത് പൊന്തിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കറിയാണ്. നല്ല ടേസ്റ്റുള്ള കറിയാണ്. പോരാതെ ഇത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ ഇത് കണ്ടല്ലോ. എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. എല്ലാവരും വീഡിയോ കൊണ്ട് സപ്പോർട്ട് തരും. അങ്ങനെ പറയാണ്ട് ഇനിയിപ്പോൾ ഒത്തിരി നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.